പാചകവാതക പ്രതിസന്ധി മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഹോട്ടലുകാരും കാറ്ററിംഗുകാരുമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി അവരാണ് നേരിടുന്നത്. എന്നാൽ പെരുമ്പാവൂരിലെ രാജലക്ഷ്മി ഹോട്ടലിൽ വർഷങ്ങളായിട്ട് വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ബാധിച്ചിട്ടുള്ളൂ. വർഷങ്ങളായിട്ട് വിറകടുപ്പാണല്ലേ? അതെ, ഏകദേശം നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 50 വർഷത്തോളമായെങ്കിലും അന്ന് മുതലേ തന്നെ നമ്മൾ വിറകാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വിറക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. കൂടാതെ ഈ വിറകിന് ഇപ്പോൾ പാചകവാതകത്തിൻ്റെ വിതരണം സംഗതി ഇല്ലാതായപ്പോൾ ഈ വിറക് ഇറക്കുന്നവർ അവർ ഒരു 20% 25% വരെ വിറകിൻ്റെ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ മറ്റുള്ള കൽക്കരിയോ അതുമായി ബന്ധപ്പെട്ട ആയ വസ്തുക്കൾ ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ നമ്മൾ വീണ്ടും വിറകിനെ ആശ്രയിക്കേണ്ടി വരുന്നു. പല ഹോട്ടലുകളും ഇവിടെ ഏകദേശം 75% ഹോട്ടലുകളും ഗ്യാസിൻ്റെ പ്രവർത്തിക്കുന്നവയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ഹോട്ടലുകൾക്ക് ഇവിടെ ഏകദേശം പെരുമ്പാവൂരിൽ തന്നെ ഉടുപ്പി ഹോട്ടൽ, ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ ഉൾപ്പെടെ ഏകദേശം 12ഓളം ഹോട്ടൽ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ഒപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ ഭൂരിഭാഗവും ഹോട്ടലുകളും ഇവിടെ നിർത്തലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ. അത് ആയതുകൊണ്ട് അടിയന്തരമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഗ്യാസിൻ്റെ വിതരണം ശക്തമായ രീതിയിൽ വിതരണം ശക്തമായ രീതിയിൽ തന്നെ ആവർത്തിക്കണമെന്നാണ് എനിക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇപ്പം നമുക്കറിയാം, ആസാം, ബംഗാൾ എന്നീ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഏകദേശം വരാറായി. അപ്പം അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഇവിടുത്തെ പല അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും തൊഴിലാളികളെ സംബന്ധിച്ചോളം അത് വ്യക്തമായ രീതിയിൽ ഷോർട്ടേജ് ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു തിരിച്ചടിയായിട്ടാണ് നമ്മുടെ ഹോട്ടൽ വ്യവസായത്തെ ബാധിച്ചിരിക്കുന്നത്. പണ്ട് മുതൽ തന്നെ വിറകടുപ്പ് ഉപയോഗിച്ച് വന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉപകാരപ്രദമായിട്ടാണ് തോന്നുന്നത്. വിറകിൻ്റെ ഉപയോഗം വളരെയധികം ഉപകാരപ്രദമായിട്ടാണ് തോന്നുന്നത്. കാര്യം കുറേ കരിയൊക്കെ പിടിക്കുമെങ്കിൽ പോലും അത് വളരെയധികം ഇനിയിപ്പം മേലിലും ഈ ഗ്യാസ് വിതരണത്തിൽ റെസ്ട്രിക്ഷനൊക്കെ വരാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടു. അതുകൂടാതെ തന്നെ ഏകദേശം 200ഓളം രൂപ ഗ്യാസിന് വില വർദ്ധിച്ച് 2000 രൂപയുടെ ഒരു കുറ്റിന് ആയിക്കഴിഞ്ഞു. കൂടാതെ ഇനിയും വില വർദ്ധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 50 വർഷത്തോളമായി ഇവിടെ വിറകടുപ്പ് ഉപയോഗിച്ചു വരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഉപകാരപ്രദമായെന്നു കൂടിയാണ് ഇതിൻ്റെ ഉടമ പറയുന്നത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.